അങ്കിള് വന്ന ദിവസം ഉണ്ടായിരുന്നു ചെന്നൈയിലെ ഷൂട്ടർ. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ധ്യാനം പറഞ്ഞു, ഒരു 5 ദിവസം കൂടെ ഉള്ളൂ ഷൂട്ട് തീരാണ്. അപ്പൊ ഞാൻ ഭയങ്കര ടൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ആക്ഷൻ സീക്വൻസ് എല്ലാം ഉണ്ട്, പടത്തിൽ വന്നില്ല, പക്ഷെ ഒരു ആക്ഷൻ. ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും, പൈസ ആയിരിക്കും. അപ്പൊ എന്നെ അളിയ പൈസ എവിടെ കണ്ടാലും മേടിച്ചോണം, അതിൽ ചോദ്യം ഒന്ന് ചോദിക്കണം. അപ്പൊ അടുത്ത ദിവസം അപ്പൊ ആരാണെന്ന് ഒന്ന് നോക്കരുത്, വന്നാ വാങ്ങിച്ചോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത് നോക്കിയപ്പോ അപ്പൊ അങ്കിളിന്റെ അടുത്ത ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെന്നൈയിൽ അവിടെ എത്തി, ആന്റിയെ വിളിച്ചു. അപ്പം ഞാൻ അപ്പൊ പാനിക്കായി, ഇനി റൂമിന്റെ വാടക കൊടുത്തോ റെന്റ് കൊടുത്തോ ഇനി അതിനാണോ എന്ന് അവിടെ ചെല്ലായിരുന്നു. അപ്പം മോനെ എങ്ങനെയൊക്കെ ഷൂട്ട് പോകണു, അപ്പൊ ഇതൊക്കെല്ലാം പോകണു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നന്നായിട്ട് പോകണു, കുഴപ്പമില്ല, എന്തെങ്കിലും കാശിന് പൈസക്ക് അത്യാവശ്യം ഉണ്ടോ? അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ മാനേജ് ചെയ്യാം, കുഴപ്പമില്ല മോനെ, ഞാനൊരു പൈസ ഇട്ട് തരാം ബാങ്കില്. അത് ചെറിയ പൈസ ഒന്നുമില്ല, ലക്ഷങ്ങളാണ്. അപ്പൊ ഞാൻ എന്നിട്ട് അളിയനോട് അപ്പൊ പെട്ടെന്ന് ശരിയായി. ഞാൻ അപ്പൊ അളിയനോട് ചോദിച്ചു, ഇവിടെ പൈസ സെറ്റായി? അതൊക്കെ സെറ്റായി. എന്നോട് അവസാനം വരെ പറഞ്ഞില്ല, അച്ഛൻ്റെ അടുത്ത് പൈസ. അതെന്താന്നറിയോ, അച്ഛൻ്റെ അടുത്താന്ന് പറഞ്ഞ ആ കാശ് ഇവൻ വിശാഖിന്റെ അടുത്ത് വാങ്ങിച്ചോണ്ടോ, അച്ഛനത് കിട്ടുകയില്ല. അപ്പൊ അങ്ങോട്ട് ആന്റി ഉണ്ടായിരുന്നു, മോനെ ഇത് നമ്മൾ തമ്മിലുള്ള ഡീലാണ്, അങ്ങോട്ട് വേറെ ആരും പേര് നമ്മൾ തമ്മിലുള്ള. ഓക്കെ. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു, മടിച്ചില്ല. കാരണം തലേ ദിവസം പറയാം, എവിടെ നിന്ന് കാശ് വന്നാലും അളിയാ മേടിച്ചോണം. ഞാൻ പറഞ്ഞ പോലെയാണ് ഞാൻ ഒബീഡിയന്റ്. അങ്കിള് പറഞ്ഞ പോലെ ആർക്കും പറഞ്ഞതിന്റെ പുറകെ കയറി തന്നെ മേടിച്ചു. പക്ഷെ അതുകൊണ്ട് എന്താ, നമ്മൾ ഇന്ന് വെച്ചടി ആ പൈസ അതേപോലെ ഇരട്ടിയുടെ ഇരട്ടി അടി.